വീണ വിജയൻ. വീണ വിജയൻ തുടർച്ചയായിട്ട് അവരുടെ ഫണ്ടുകൾ ദുബായിലേക്ക് മാറ്റുന്നു. പിണറായി വിജയൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ദുബായ് യാത്ര, ഇതിനെക്കുറിച്ചൊക്കെ ചേച്ചി എങ്ങനെ നോക്കിക്കാണുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ വീണ വിജയൻ എന്നല്ല പേര്, വീണ ടി അല്ലെങ്കിൽ വീണ തൈക്കണ്ടി. വീണ വിജയനും വീണു, മകൾ വീണയും വീണു എന്ന് നമുക്ക് പറയേണ്ടി വരും കേട്ടോ. ഇപ്പം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളരെ രസകരമാണ്. അദ്ദേഹം എവിടെ പോയാലും, അമേരിക്ക മുതൽ ബെൽജിയം മുതൽ ഹോളണ്ട് മുതൽ എല്ലാ സ്ഥലങ്ങളിൽ പോയാലും നമുക്കൊരു ട്രാൻസിറ്റ് പോയിന്റ് ഉണ്ട്. ദുബായ് എടുക്കാം, ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ശ്രീലങ്ക വഴി വരെ വേണമെങ്കിൽ നമുക്ക് വരാം, കൊളംബോ വഴിയൊക്കെ വരാം. പക്ഷെ അദ്ദേഹം എപ്പോഴും കൊടുക്കുന്നത് ദുബായ് ആണ്. മാത്രമല്ല 3-4 ദിവസം അവിടെ താമസിക്കുകയും ചെയ്യും. നമ്മളൊക്കെ ട്രാവൽ ചെയ്യുമ്പം 4 മണിക്കൂർ 5 മണിക്കൂർ ട്രാൻസിറ്റ് പോയിന്റ് ആണ്. എങ്ങനെയെങ്കിലും ഓടി വീട്ടിലെത്തിയാൽ മതി എന്നാണ്. അതൊരു പക്ഷേ മകൻ അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും. ആയിരിക്കും. അതല്ല കാരണം നമുക്കിപ്പോൾ മനസ്സിലാകുന്നു. ഇപ്പോൾ വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്വപ്ന സുരേഷിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് സംബന്ധിച്ച് അവർ ജയിലിൽ നിന്ന് വിമുക്തയായ ഉടനെ വന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കാണിക്കുകയും ചെയ്യാം കേട്ടോ. ആ വീഡിയോയിൽ അവർ പറയുന്നത് 2016 മുഖ്യമന്ത്രി ആയ ഉടനെ തന്നെ ഇദ്ദേഹം ഒരു യാത്ര ദുബായിലേക്ക് നടത്തി. അപ്പോഴാണ് ആദ്യമായിട്ട് ശിവശങ്കരൻ കോൺസുലേറ്റിൽ സെക്രട്ടറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വപ്നയെ ബന്ധപ്പെട്ട് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഒരു ബാഗേജ് എയർപോർട്ടിൽ മറന്നു വെച്ചു, എത്രയും പെട്ടെന്ന് അത് അവിടെ എത്തണം. മറന്നു വെച്ചതല്ല, മനഃപൂർവ്വം വച്ചു എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാനായിട്ട്. അവർ കോൺസുലേറ്റിലെ ഡിപ്ലോമാറ്റിൻ്റെ വശം, അപ്പോൾ സഞ്ചരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിൻ്റെ കയ്യിൽ അത് കൊടുത്തു വെച്ചു. ഡിപ്ലോമാറ്റ്സിന് ഇതുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്, അവരുടെ ബാഗേജ് ഒന്നും തുറക്കേണ്ട ആവശ്യമില്ല. എന്താ ബുദ്ധി, കാഞ്ഞ ബുദ്ധി. ഈ ബുദ്ധി മുഴുവൻ കമലയിടത്തിയുടെ ആണെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ശിവശങ്കരൻ്റെയും ആകാം. മകൾക്കും അച്ഛനും അത്രയ്ക്കുള്ളൊരു കുനിഷ്ഠ ബുദ്ധി ഇല്ല എന്നുള്ള മട്ടിലാണ് സംസാരം വരുന്നത്. മകൾക്ക് എന്തായാലും ഒട്ടുമില്ല. അതിലേക്ക് നമുക്ക് വരാം. അവിടെ ചെന്ന് ബാഗ് തുറന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അത് മുഴുവനും കറൻസി ആയിരുന്നു, രൂപയായിരുന്നു എന്ന്. ദുബായിലേക്ക് എത്തിച്ചു കൊടുത്തു. എന്താ ഒരു ബുദ്ധി. അന്ന് മുതൽ 2016 അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയാവുന്നത്, പിണറായി സഖാവ്. അന്ന് മുതൽ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതുവരെ, അത് കഴിഞ്ഞിട്ട് സ്വന്തമായി കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് പ്രതിപക്ഷ നേതാവായത്. പാർട്ടിയിൽ തന്നെ ആർക്കും വേണ്ടിയില്ലായിരുന്നു. കാരണം ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു വിലയുണ്ടല്ലോ. ഇതൊക്കെ ഇനി വരാൻ കിടക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു, അതെങ്ങനെയൊക്കെ വരുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. ആ സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു ഭയങ്കര രസമുണ്ടായിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഭർത്താവ് ശബ്ദമുയർത്തുന്നത് നമ്മുടെ സാക്ഷര കേരളം കേട്ടു. ആരാണ് ഭർത്താവ്? മുഹമ്മദ് റിയാസ്. അതെ, അദ്ദേഹം പറയാണ് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസപരമായി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഒരു സ്ത്രീയാണ് വീണ സ്ത്രീയാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അദ്ദേഹം തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, അതൊരു ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ്. MTech എടുക്കണം, അല്ലെങ്കിൽ MS എടുക്കണം, അല്ലെങ്കിൽ PhD എടുക്കണം. ഇപ്പം എല്ലാവരുടെയും കയ്യിലുണ്ട്. 6000 രൂപ 8000 രൂപയ്ക്കാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികൾ, പാവം കുട്ടികൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഇന്നലെ ഞാൻ ശ്രീജിത്ത് പണിക്കരോട് ഷോൺ ജോർജ് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടു കേട്ടോ. താങ്കൾ 10-25 കൊല്ലമായിട്ട് IT ഫീൽഡിലുള്ളതല്ലേ, താങ്കളുടെ ഡെസിഗ്നേഷൻ എന്താണ്? സീനിയർ മാനേജറാണ്. CEO ആയോ? പുറത്തറിയോ? ഒരു സഹകരണ കോളേജിൽ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ട് CEO ആയോ? ശ്രീജിത്ത് പണിക്കരെ ചിരിക്കുക. അതൊക്കെ എത്ര കൊല്ലം എടുക്കും. സ്വാശ്രയ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പുഷ്പനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ പുഷ്പൻ്റെ പാട്ടും പാടി ഇന്നലെ DYFക്കാർ കാണിച്ച കൂത്താട്ടമൊക്കെ നമ്മളെല്ലാവരും സാക്ഷര കേരളം കണ്ട, അതിലേക്ക് പോകണ്ട. അപ്പോൾ ഒരു വിധം പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതി അവിടെ അഡ്മിഷൻ കിട്ടും. നമ്മളുടെ ഈ അതിബുദ്ധിശാലിയായ വീണക്കുട്ടിക്ക് കിട്ടിയില്ല, എവിടെയും കിട്ടിയില്ല. പിന്നെ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വഴി മാതാമൃതാനന്ദ മഴി കോളേജിൽ കോയമ്പത്തൂരാണ് പഠിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് അത്രയ്ക്ക് നല്ല വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് വീണ. ശരി, അതൊരു ഭർത്താവിൻ്റെ അഭിമാനം, അത് അവിടെ ഇരിക്കട്ടെ. രവി പിള്ളയുടെ കമ്പനിയിൽ ആദ്യം CEO ആയിട്ടാണ് ചെയ്തത്. പക്ഷെ ഭർത്താവിന്റെ അഭിമാനം ഇന്നലെയാണ് പുറത്തു വന്നത്. ഇത്രയും നാളായിട്ട്, അതായത് സ്വന്തം കുടുംബത്തിലേക്ക് വന്ന ഒരു ഏറ്റവും വലിയൊരു ആരോപണമായിരുന്നു ഇത്. ഈ ആരോപണത്തെക്കുറിച്ച് അതും പാർട്ടിയിലും ഒരു ശക്തനായ നേതാവ് പിണറായി വിജയൻ അമ്മായച്ചനായിരിക്കുന്നു. അതിനേക്കാൾ ഉപരി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഇത്രയും പ്രശ്നങ്ങൾ ഒരു വീട്ടിലുണ്ടായിട്ട് ഇന്നലെയാണ്
പെട്ടെന്നൊരു ഭർത്താവിന്റെ ഉത്തരവാദിത്വവും അതെ, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ED ഓഫീസിൽ വീണെ തുറന്നു വിടുകയാണ് ചെയ്തത്. ഒരു കറുത്ത ഇന്നോവ കാറിൽ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്തില്ല. അന്ന് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് പരിഭവം പറഞ്ഞതാ. ആദ്യമായിട്ട് ആ കുട്ടി പോകുന്നു, ആ കുട്ടി മാസ്ക് ഒക്കെ വെച്ച്, കറുത്ത മാസ്ക് ആണ് കേട്ടോ, ഒക്കെ വെച്ച് ഇറങ്ങി പോകുമ്പോൾ ഒരു ഭർത്താവാണെങ്കിൽ അദ്ദേഹത്തിന് സമൻസും കാര്യങ്ങളൊന്നുമില്ല, അദ്ദേഹം കൂടെ ചെല്ലേണ്ടതാണ്, ചെന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ വളരെയധികം കേരള ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു ഹവാല കേസും കൂടെ വീണയുടെ എതിരെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഫെമ ആക്ടിൻ്റെ ലംഘനമാണ് വന്നിരിക്കുന്നത്. അതായത് 85 ലക്ഷം രൂപ ദിറാമായിട്ട് വിദേശത്തേക്ക് അയച്ചു. അതായത് 3.49 ലക്ഷം ദിറം എന്തിനയച്ചു? കള്ളപ്പണമാണ് അത് അയച്ചിരിക്കുന്നത്. അവിടെ എന്തിനു വേണ്ടി അത് ഉപയോഗിച്ചു? അവിടെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണോ, ഒന്നും അറിയുന്നില്ല. അതുപോലെ ഒരു ചുമന്ന ചട്ടയിട്ട, ചുമപ്പ് അത് വിട്ടൊരു കളിയില്ല കേട്ടോ, ചട്ട ഡയറിയുടെ ഉള്ളിൽ എല്ലാം സ്വന്തം കൈപ്പടയിൽ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബുദ്ധിശാലിനിയായ പാവം വീണക്കുട്ടി. അതാണ് ഇവര് പൊക്കിയെടുത്തത് കഴിഞ്ഞ റെയ്ഡിൽ. തിരുവനന്തപുരത്ത് 9 മണിക്കൂർ പിണറായി സഖാവിനെ മൂത്രമൊഴിക്കാൻ പോലും വിടാണ്ടിരുത്തിയില്ലേ, ആ സമയത്ത് കിട്ടിയ ഡയറിയിൽ. ഒരു സംശയം ചോദിക്കട്ടെ ജി, കാരണം ഈ നിലവിൽ ഈ ദുബായിക്ക് ഇവരെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദുബായിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ കടത്തിയർ എന്ന് പറയുന്ന ഈ ഫണ്ടുകൾ, അത് ഒരു പക്ഷേ പിന്നീട് ഇത് തിരിച്ച് കേരളത്തിലേക്ക് വരികയും അല്ലെങ്കിൽ ഇത് മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കൂടെ ഇവിടെ ഉപയോഗിച്ചില്ല. അത് കേൾക്കൂ, അതല്ലേ നന്ദുലാൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വലിയ ചങ്ക് ബ്രോ ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ 2024 ഒരു സിം എടുത്തു. വീണയും റിയാസും പറഞ്ഞിട്ടാണ് എടുത്തതെന്ന് അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. അവരെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് അറിയുന്നില്ല. വൈഫൈ വഴിയാണ് ഈ ഫണ്ട് ട്രാൻസ്ഫറും കാര്യങ്ങളും നടത്തുവാൻ വേണ്ടി വീണ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ED ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു വലിയൊരു നല്ല എക്സ്പ്ലനേഷൻ നോട്ട് EDതായിട്ട് വന്നിട്ടുണ്ട്. DTPC ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഡെസ്റ്റിനേഷൻ മാനേജറായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നന്ദുലാൽ. ആ സമയത്ത് റിയാസ് ആണ് ടൂറിസം മിനിസ്റ്റർ. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് പോയിരിക്കുന്നു. നമ്മുടെ ഗോവിന്ദൻ ഡ്രിൽ മാസ്റ്ററിന് ആ ഡ്രില്ല് കളിയായിട്ട് ഇരുന്നാൽ പോരെ. അദ്ദേഹം വന്ന് പറയുകയാണ്, ഞങ്ങൾ ഇതിനെ പാർട്ടിപരമായിട്ട് നേരിടും. പാർട്ടിയുടെ ഫണ്ടാണോ ഇത്? വീണക്കുഞ്ഞിന്റെ ഫണ്ടല്ലേ, വീണക്കുഞ്ഞിന്റെ അച്ഛന്റെ ഫണ്ടല്ലേ, അല്ലെങ്കിൽ വീണക്കുഞ്ഞിന്റെ ഭർത്താവിന്റെ ഫണ്ടല്ലേ, ഇത് പാർട്ടിയുടെ ഫണ്ടാണ്. പാർട്ടി എന്തിനാണ് ഇതിനെ ന്യായീകരിക്കുന്നത്? അതൊക്കെ കോടിയേരി ബാലകൃഷ്ണനെ കണ്ടുപിടിക്കണം. 2 മക്കൾക്കെതിരെയും വന്നപ്പോൾ പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അവർ നേരിട്ടോളും, പാർട്ടിക്ക് അതിൽ ബന്ധമില്ല. ഇന്ന് പാർട്ടി 23-ാം തീയതി വിശദീകരണം വെച്ചിരിക്കുന്നു കോഴിക്കോട്. 9 പേരുടെ ഇടങ്ങളിൽ ഇന്നലെ റെയ്ഡ് നടന്നു. അത് റിയാസിനെ ബുദ്ധിമുട്ട്. എന്തിനങ്ങനെ ആലോചിക്കണം? അവർക്കൊരു കുഴപ്പമില്ലെങ്കിലോ? ഇപ്പൊ ലേക്കർ ഇന്ത്യയുടെ കോഴിക്കോട് ഓഫീസിന്റെ വലിയ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു വെള്ള A4 സൈസ് കടലാസിൽ GST നമ്പർ വരെ പ്ലാസ്റ്റിക് ചട്ട ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ഷട്ടറിന്റെ മുമ്പിൽ. വീണയാണ് അതിന്റെ മുഖ്യ പാർട്ട്ണർ. ഒരു ഡോക്ടർ അജേഷ് എന്ന് പറഞ്ഞൊരു അദ്ദേഹം കൂടിയുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കൊന്നും അറിയില്ല, എവിടെയാണെന്നും അറിയില്ല. പക്ഷെ എല്ലാ സിഗ്നറ്ററിയും വീണയാണ്. അതായത് വീണയായിട്ടാണ് ഓണേഴ്സ് ഓഫ് എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടതും കാര്യങ്ങളുടെ ബാധ്യതയൊക്കെ പറയുന്നതും വീണയുടെ കയ്യിലാണ്. അവിടെയുള്ള ആളുകൾ പറയുന്നു വല്ലപ്പോഴും ആരെങ്കിലും ഇവിടെ വന്നാലായി വന്നില്ലെങ്കിലായി, അടുത്തെങ്ങും തുറന്നൊരു ലക്ഷണം പോലും ഇല്ല. ഒന്ന് ആലോചിച്ചൊരു ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിലെങ്കിലും എഴുതി ഒട്ടിച്ചു വയ്ക്കില്ല അവരുടെ പേര്. A4 സൈസിൽ വെറുതെ പ്രിന്റ് ഔട്ട് എടുത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു. ആ ലേക്കർ ഇന്ത്യയെക്കുറിച്ച് ഞാൻ എൻ്റെ ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് റിയാസും വന്ന് വലിയ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. അതൊന്നുമല്ല കാര്യം. 20.05 കോടി രൂപയുടെ ഇടപാടുകൾ ആ ചുമന്ന ചട്ടയിട്ട ഡയറിയിൽ വീണക്കുട്ടി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ സോഴ്സ് എവിടെ? ഇപ്പം നമ്മളുടെ കരിമണൽ കർത്തയാണെങ്കിൽ പോലും പാവം അദ്ദേഹം കൊടുത്തിരിക്കുന്നത് 2.78 കോടി രൂപയാണ് മാസപ്പടി കേസ് എന്ന് പറയുന്നത്. 20.05 കോടി രൂപയുടെ ഇടപാടുകൾ കുഞ്ഞിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാനായിട്ട് നമ്മുടെ പിണറായി സഖാവിനോ അമ്മ ഭയങ്കര ബുദ്ധിശാലി എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. കമലയ്ക്കോ അല്ലെങ്കിൽ റിയാസിനോ പറഞ്ഞൂടെ? അതൊക്കെ ഇപ്പം അവരുടെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ എത്ര നാൾ പിണറായി വിജയനും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസും വീണയൊക്കെ ഇങ്ങനെ, വീണയെ നമുക്ക് വിടാം, പിണറായി വിജയനെയും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസും എത്ര നാൾ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു വിശദീകരണവും തരാണ്ട് മുന്നോട്ട് പോകും? അല്ല, അവർ പറയുന്നുണ്ട് ഇത് ED എന്ന് പറഞ്ഞാൽ സെൻട്രലിന്റെ, ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസും സെൻട്രലും ചേർന്ന് EDയെ വെച്ച് ദുരുപയോഗം ചെയ്യുകയാണ് അവരുടെ അധികാരം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ കുഞ്ഞിന്റെ കൈപ്പടയിൽ വന്നിരിക്കുന്ന എഴുത്തുകളൊക്കെ EDയിൽ ആരും ഇരുന്ന് എഴുതിയെന്ന പോലെയാണ് നമ്മുടെ ഗോവിന്ദൻ സഖാവ് പറയുന്നത്.
പറയുന്നത്. ഇതൊരു പുകമറയാണ്, ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സത്യം തുറന്നു കാട്ടുവാൻ വേണ്ടിയിട്ടാണ് വിശദീകരണ യോഗം. ഇപ്പോഴും പറയും, ഏറ്റവും സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയും. അരിയാഹാരം തന്നെയാണ് സഖാവ് ഇപ്പോഴും കഴിക്കുന്നത്. അതുകൊണ്ട് സഖാവ് ഇപ്പോൾ വിളമ്പുന്ന ഈ നട്ടാൽ കുരുക്കാത്ത നുണയൊന്നും നടക്കൂല. ഇനി 10-25 പേരെ വെറുതെ നിങ്ങൾ ജയിലിലേക്ക് അയക്കല്ലേ. ഇത് വീണയുടെ കേസാണെന്ന് വെച്ച് മാറ്റും. ഇപ്പോൾ അതിൽ റിയാസും ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് ആദ്യത്തെ ലെവലിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ട് തന്നെ മൊഴി നൽകിയിരിക്കുന്നു. റിയാസും വീണയും പറഞ്ഞിട്ടാണ് ഞാൻ സിം കാർഡ് എടുത്ത് കൊടുത്തിരിക്കുന്നതെന്ന്. ഒരുപക്ഷെ ചേച്ചി പറഞ്ഞ പോലെയാണെങ്കിൽ വീണ എന്ന് പറയുന്ന ആള് പാവമാണ്, ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണ്. അങ്ങനെയല്ല, അങ്ങനെ കൂടിപ്പോയ കുട്ടിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്തത് ഒരു പക്ഷെ മുഹമ്മദ് റിയാസ് ആയിക്കൂടെ? മുഹമ്മദ് റിയാസ് അല്ലല്ലോ. 2016 ആദ്യത്തെ ദുബായ് യാത്രയിൽ തന്നെ ഒരു ബാഗ് ഫുൾ ഓഫ് കറൻസി കൊണ്ടുവന്നു എന്നാണ് സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ കിടക്കുന്നത്. ആ സമയത്ത് റിയാസ് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടില്ലല്ലോ. അതിനുശേഷം രണ്ടാമത്തെ പിണറായി മിനിസ്ട്രിയിലല്ലേ അദ്ദേഹം വളരെ നമ്പർ 2 പൊസിഷനിലേക്ക് വരുന്നത്. മകൻ അവിടെ വിവേക് ഉണ്ടെങ്കിലും വിവേകിനെ ഇംപ്ലിക്കേറ്റ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പൊ വന്നിട്ടില്ല. ഇനി എങ്ങനെയാണ് വരുന്നത്? വിവേക് ഓൾറെഡി ദുബായിലുണ്ടല്ലോ. ദുബായിലാണ് ഇതെല്ലാം ഇപ്പൊ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദുബായിലാണ് എല്ലാം കേന്ദ്രീകരിച്ചത്. ഇതിനു വേണ്ടിയാണ് ദുബായില് വിവേകിനെ വച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴിയാണ് EDയുടെ ഓഫീസ് എറണാകുളത്ത്. അടുത്ത ആഴ്ച നോട്ടീസ് സർവേ എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അപ്പം നടക്കുന്ന കാര്യങ്ങൾ, ഏത് കാറിൽ വന്നു എന്നുള്ള കാര്യങ്ങൾ മുതൽ ആ കാറ് നമ്മൾ ആദ്യം നോക്കി കേട്ടോ. ആ സൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് ആരാണെന്ന് അറിയുന്നില്ല. പക്ഷേ ഒട്ടും തന്നെ നമ്മൾക്ക് കാറൊക്കെ മേടിക്കുമ്പോൾ ലോൺ എടുക്കില്ലേ, യാതൊരു വിധ ലോണും ഇല്ലാണ്ട് എടുത്ത് വലിയ 10-40 ലക്ഷം രൂപ വരുന്ന കാറിലാണ്, കറുത്ത ഇന്നോവ കാറിലാണ് വന്നിരുന്നത്. ഇപ്പോൾ അത് റിയാസുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ കാറാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുമൊക്കെ പോകണം. ഇങ്ങനെ ലോൺ എടുക്കാണ്ട് 40 ലക്ഷത്തിൻ്റെയൊക്കെ കാറ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് വരുമാനം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കണ്ടേ. അപ്പം ചുറ്റും പറയുകയാണെങ്കിൽ ഇതൊരു വലിയൊരു വിഷ്യസ് സർക്കിൾ എന്ന് പറയും. അതിലേക്കാണ് പോണേ. ആരൊക്കെ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ ഈ ന്യായീകരണ തൊഴിലാളികൾ അവസാനം വിഷമിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. 23-ാം തീയതി ഞായറാഴ്ചയാണ്. കോഴിക്കോട് കട്ട വെയിറ്റിംഗ് ആണ്. എന്താണ് ഈ വിശദീകരണ തൊഴിലാളികൾ വന്ന് പറയാൻ പോകുന്നത് എന്നാലോചിച്ച്. പക്ഷേ വീണു. അതോടൊപ്പം തന്നെ കമലേടത്തിയും വീഴും, പിണറായിയും വീഴും, റിയാസും വീഴും, മകൻ അവിടെ ഇരിക്കുന്ന വിവേകും വീഴും. അവരുടെ കൂട്ടത്തിലുള്ള റിയാസിൻ്റെയും വീണയുടെയും അടുത്ത സർക്കിളിൽ മൂവ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ പലരുടെയും നേരെ ED പിൻ പോയിന്റ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ED പരിശോധിച്ചുകൊണ്ടിരിക്കാൻ. ഒരിക്കലും സംസാരം വന്നു, ഇത്ര നാളായിട്ടൊന്നും വരുന്നില്ലല്ലോ, എല്ലാം ഉറങ്ങിപ്പോയി, അതെല്ലാവരും മറന്നുപോയിരുന്നു. അങ്ങനെ ഒന്നുമല്ല. സമയമെടുത്ത് ഓരോന്നും പരിശോധിച്ച് ഫുൾ പ്രൂഫായിട്ടാണ് ED ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കട്ട വെയിറ്റിംഗ്. റിയാസിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയാസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും സമൻസ് കൊടുക്കും വീണയ്ക്കെന്ന് പറയുന്നു. അതോടൊപ്പം ആരെയൊക്കെ വിളിപ്പിക്കുന്നു നമുക്കറിയില്ല. അടുത്ത ആഴ്ച 23-ാം തീയതി കഴിഞ്ഞ് ഇവരുടെ വിശദീകരണ യോഗം കഴിഞ്ഞ് അവർ പറയുന്നുണ്ടല്ലോ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കടന്നാക്രമണം നടത്തുകയാണ് പാവപ്പെട്ട CPM-നെതിരെ. പുകമറ സൃഷ്ടിച്ചുകൊണ്ട് CPM-നെതിരെ വികാരമുണ്ടാക്കുവാൻ വേണ്ടി നടത്തുന്ന EDയുടെ ഈ കടന്നുകയറ്റത്തിനെതിരെ ശക്തമായ പ്രതിരോധം പാർട്ടി തലത്തിൽ തീർക്കട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.